കാവ്യയുടെ മൊഴി ശരിക്കും പറഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യമുള്ളതായിരുന്നു എന്ന് പറയുന്നു. കാരണം മഞ്ജുവിൻ്റെ മൊഴി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൈരുദ്ധ്യമുണ്ടാകാൻ പോകുന്ന മൊഴി ശരിക്കും പറഞ്ഞാൽ കാവ്യയുടേതാണ് എന്ന് നിശ്ചയിച്ച് തന്നെയാണ് പലരും കാവ്യയോട് ചോദ്യങ്ങൾ ചോദിച്ചത്. കാവ്യയോട് മീനാക്ഷിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. പഴയ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ മഞ്ജു ഉണ്ടായിരുന്ന ജീവിതത്തെക്കുറിച്ച് മീനൂട്ടി വല്ലതും പറയാറുണ്ടോ എന്നതായിരുന്നു കോടതിയുടെ ചോദ്യം തന്നെ. അല്ലെങ്കിൽ പോലീസുകാർ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി ആയിരിക്കണം ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി മാറിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് മഞ്ജു ചേച്ചിയെക്കുറിച്ച് ഒന്നും മീനൂട്ടി അങ്ങനെ പറയാറില്ല. അവൾക്കത് അറിയുന്നത് ഇഷ്ടമേ അല്ല. പണ്ടത്തെ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ തന്നെ എന്തെങ്കിലും ഒറ്റ വാക്കിൽ പറഞ്ഞവൾ ഉത്തരം നിർത്തും. അങ്ങനെയാണ് പതിവ്. അല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. കുറ്റവും പറഞ്ഞിട്ടില്ല, കുറവും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് മീനൂട്ടി. ആരെക്കുറിച്ചും അങ്ങനെയൊന്നും പറയാറില്ല. കുശുമ്പോ ഏഷണിയോ ഒന്നുമില്ലാത്തൊരു കുട്ടിയാണ്. പ്രത്യേകിച്ച് ആരും അവളുടെ കാര്യങ്ങളിൽ അധികം ഇടപെടാതിരുന്നാൽ അവളും വളരെയധികം സമാധാനത്തോടെ ഇരിക്കും. മാധ്യമങ്ങളൊക്കെ അവളെക്കുറിച്ച് എഴുതുന്നതെല്ലാം അവൾ കാണാറുണ്ട്. മാധ്യമങ്ങൾ പറയുന്നത് പോലെയൊന്നുമല്ല. അവളങ്ങനെ അമ്മയെ ആഗ്രഹിച്ചിട്ടുള്ളൊരു കുട്ടിയല്ല. അമ്മ പോയപ്പോൾ വിഷമമുണ്ടായിരുന്നിരിക്കാം. അതൊരു പക്ഷെ അവൾ ആരുടെ പറഞ്ഞിട്ടില്ല. എന്നോടങ്ങനെ മഞ്ജു ചേച്ചിയെക്കുറിച്ച് ഒന്നും മീനാക്ഷി എടുത്തു പറഞ്ഞിട്ടില്ല. അവളങ്ങനെ ആരെക്കുറിച്ചും കുറ്റം പറയാറില്ല. ദിലീപിനെക്കുറിച്ചാണെങ്കിൽ പോലും പറയാറില്ല. എന്നാൽ മാമാട്ടിയോട് വളരെയധികം സ്നേഹമാണ്. എന്നോടും എൻ്റെ അമ്മയോടുമൊക്കെ വളരെയധികം സ്നേഹമാണ്. വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് മീനാക്ഷി എല്ലാവരോടും പെരുമാറുന്നത്. ഇതിനു മുൻപും പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. മീനാക്ഷിക്ക് കാവ്യയോട് ഒരു എതിർപ്പുമില്ല, മറിച്ച് വളരെയധികം സ്നേഹം മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി അത് മാറാനുള്ള കാരണവും അതുതന്നെയാണ്. പറഞ്ഞത് സത്യമാണ്. മീനാക്ഷിക്കൊരു പ്രത്യേക സ്നേഹം എല്ലാവരോടുമുണ്ട്. കാവ്യയോടും ആ സ്നേഹം തന്നെയുണ്ട്. മാമാട്ടിയോട് ഒരിക്കലും ഒരു അധികപ്പെട്ടായി ഒരിക്കലും മീനാക്ഷി പെരുമാറിയിട്ടില്ല. മറിച്ച് സ്വന്തം സഹോദരിയായി തന്നെയാണ് കണ്ടിരിക്കുന്നത്. സ്വന്തം സഹോദരി തന്നെയാണ് മാമാട്ടി എന്ന് പറയണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാമാട്ടി ജനിച്ചപ്പോൾ ദിലീപിന് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അത് മീനാക്ഷി എങ്ങനെ ഉൾക്കൊള്ളുമെന്നൊക്കെയുള്ള സംശയങ്ങളായിരുന്നു. എന്നാൽ അവൾ ഏറ്റവും കൂടുതൽ നന്നായി തന്നെയാണ് അതിനെ ഏറ്റെടുത്തത്. അവൾക്കൊരു അനീതി വേണമെന്നുള്ള ആഗ്രഹമാണ് അവൾ അതിലൂടെ ഏറ്റെടുത്തത്. ശരിക്കും പറഞ്ഞാൽ മാമാട്ടി മീനൂട്ടിയുടെ അനിയത്തിയല്ല, മറിച്ച് സ്വന്തം മകൾ തന്നെയാണ്. അങ്ങനെയാണ് എപ്പോഴും മീനൂട്ടി നോക്കാറുള്ളത്. മാമാട്ടിയോടുള്ള സ്നേഹം അതെപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു. മീനൂട്ടി അങ്ങനെ തന്നെയാണ് നോക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവരെല്ലാവരും ആ സ്നേഹം ഏറ്റെടുക്കുന്നത്. മീനാക്ഷിക്ക് അങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നത് മീനാക്ഷിയുടെ മനസ്സ് തന്നെയാണ്. ഒരുപക്ഷെ അവളുടെ അമ്മയില്ല എന്നൊരു വിഷമം അവൾക്ക് ഉണ്ടായിരിക്കാം. എന്നാൽ അവൾ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ദിലീപും പറയുന്നത്, കാവ്യയും പറയുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കെല്ലാം കാവ്യ മറുപടി നൽകിയിട്ടുണ്ടെങ്കിലും ദിലീപ് ഈ ചോദ്യങ്ങളെല്ലാം ഒഴിവാക്കുകയായിരുന്നു ചെയ്തത്. മഞ്ജുവും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്തത്. കാരണം അവർക്കൊന്നും മീനാക്ഷിയുടെ പേര് അവിടേക്ക് വലിച്ചിഴക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർ അത്തരത്തിലൊന്നും തന്നെ മീനാക്ഷിയുടെ പേര് പറയാത്തതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.